Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. പച്ചവർഗീയത പറയാ, പച്ചവർഗീയത പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ കൊണ്ടു നടക്കുക, എന്നിട്ട് നവയുഗം പറയാം. ആ നവയുഗമല്ല, നിലപാടെടുത്ത് ഉറച്ച മതേതരത്വത്തിന് ടെസ്റ്റ് പാസ്സായവരാണ് ഞങ്ങൾ, യാതൊരു സംശയവും വേണ്ട. ഞാൻ ഈ വേദിയിൽ ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ച വേദിയാണ് തലശ്ശേരി. പലപ്പോഴും പ്രസംഗിക്കേണ്ടി വന്നിട്ടുള്ളത് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ കടുത്ത വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം കെട്ടിക്കൊടുത്ത വേദിയിൽ വന്ന് പ്രസംഗിച്ച അത്തരം ആളുകൾക്കെതിരായി തീവ്രമായ വർഗീയത, തീതുപ്പുന്ന വർഗീയത ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായി മറുപടി പറയാൻ തലശ്ശേരിയിൽ വന്നു എന്ന് അഭിമാനപൂർവ്വം ഞാൻ ഇപ്പോഴും പറയാണ്. അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒലിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു, ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിരുന്നു വന്ന് പ്രസംഗിക്കാൻ തന്നെ. കാരണം ബാബരി മസ്ജിദിന് ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ അന്ന് ഒലിച്ചു പോകുമെന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് സർവകാല റെക്കോർഡുണ്ടാക്കി മുനിസിപ്പാലിറ്റിയിൽ ഇവിടെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്കറിയാം, ജനങ്ങൾക്കറിയാം മതേതര നിലപാടെടുക്കുന്നത് ആരാണ്. ഭൂരിപക്ഷ സമുദായം അത് മനസ്സിലാക്കുന്നുണ്ട്. ചില ചാനലുകൾ, ഞാൻ ഇന്ന് എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, പഴകി പുളിച്ച ചില വാർത്തകൾ, കാര്യങ്ങളൊക്കെ, വെൽഫെയർ കാര്യം, അതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് മതിയാക്കാനായില്ലേ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചിട്ട് ഒരു ഗുണമുണ്ടാകാത്ത സ്ഥിതിക്ക് ഇനി ഈ ഭാര്യങ്ങൾക്ക് ഒന്ന് രണ്ട് ചാനലുകൾക്ക് അത് വിട്ടൂടെ എന്ന് ഞാൻ ചോദിച്ചു. കാരണം എന്താ, വെൽഫെയറിന് അവരെയും കൊണ്ട് അങ്ങേയറ്റം അവരെ വേദിയിലിരുത്ത് പ്രസംഗിച്ചത്, അതുപോലെ തന്നെ എന്താ പറയുക, പ്രചരിപ്പിച്ചതും ഒക്കെ ഈ നാട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ അവർ ചെയ്ത സഖ്യം മറ്റുള്ളവരുടെ തലയിൽ വെച്ച് അങ്ങനെ വിഭാഗീയത ഉണ്ടാക്കുക. ഏതെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അതുപയോഗിച്ച് കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുക. പറ്റാവുന്ന സ്ഥലത്തൊക്കെ പോയി വർഗീയ വിഭജനം ഉണ്ടാക്കാൻ നോക്കുക. പണ്ട് ബാബരി മസ്ജിദിൻ്റെ ശേഷം UDF അന്ന് ശക്തമായി ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഐക്യത്തിന് വേണ്ടി നിന്നപ്പോൾ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് വർഗീയ പാർട്ടികളെ ഉപയോഗിച്ച് ഇവരായിരുന്നു. അതേപോലെ ഇപ്പോൾ വീണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അന്ന് കഴിഞ്ഞ് ഇപ്പോൾ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ ഏതാണ്ട് പാഷാണം വർക്കിയുടെ പരിപാടി. അവിടെ ചെന്ന അവിടെ, ഇവിടെ ചെന്ന ഇവിടെ. ഇത് തുടർന്നിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. അതിൻ്റെ തെളിവാണ് ഓരോ ഹിതപരിശോധനയിലും. ഇപ്പോൾ വാർത്താ മാധ്യമ ചാനൽ നടത്തിയതാണെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ശ്രീ സതീശനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ UDFനും സതീശനും ഒക്കെ നിരന്തരമായ അംഗീകാരം ജനങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ അത് അവരുടെ ദുരിതത്തിൽ നിന്ന് കരകയറാനാണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കി അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ കണ്ടറിയാത്തവൻ കൊണ്ടറിയും, അപ്പക്ക് കാത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ Thank you.